ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇഷ്ടമാകും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയൊരു പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് ഫുള്ളും ഞാൻ പഞ്ചസാര എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയോ എടുക്കാം കേട്ടോ. ഇതിനെക്കാട്ടി കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇത് തന്നെ അത്യാവശ്യത്തിന് നല്ലപോലെ മധുരമുണ്ട്. ഇത്ര മധുരം വേണ്ടാന്നാണെങ്കിൽ ഇതിൽ പകുതി ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തേങ്ങയും കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇത്രയൊക്കെ മതി. ഈ സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പ് അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റോളം ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ തന്നെ ചേഞ്ച് ആയിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ കളർ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴവും ചേർത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വാട്ടിയെടുക്കാം. പഴമൊക്കെ നല്ലതുപോലെ തന്നെ വാടിയിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5-10 മിനിറ്റോളം ഇതുപോലെ വാട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ പഴമൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് ഉടയാത്ത പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഓവറായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി കയ്യിൽ ഇതുപോലെ കുറച്ചൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഓരോന്നും ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ ഫുള്ളായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡ് നല്ലതുപോലെ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് എൻ്റെ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഇത് ഞാനൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനും. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.